131ാമത് മാരാമൺ കൺവെൻഷൻ സമാപന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. മാരാമൺ മണൽപ്പുറത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇവിടെ നിന്ന് ഉയരുന്ന ഭക്തിസാന്ദ്രമായ ഗാനങ്ങളാണ്. ഈ ഗാനങ്ങൾക്ക്, ഈ ഗാന ശുശ്രൂഷയ്ക്ക് പിന്നിൽ വലിയ അനുഭവങ്ങളുണ്ട്, വലിയ ഒരുക്കങ്ങളുണ്ട്, നല്ല നേതൃത്വമുണ്ട്. ആ ഒരുക്കങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഉമ്മൻ കെ ജേക്കബ് അച്ഛനാണ്. അച്ഛൻ്റെ നല്ല നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ്റെ അനുഭവങ്ങളെപ്പറ്റി മാർത്തോമ വിഷനുമായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ കഴിഞ്ഞ വർഷമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയിൽ പ്രവേശിക്കുന്നത്. ഇത് രണ്ടാമത്തെ കൺവെൻഷനാണ്. ഈ കൺവെൻഷൻ്റെ ഒരു അനുഭവം ഒന്ന് വിശദീകരിക്കാം. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാരാമൺ മഹായോഗത്തിൽ ഗാനശുശ്രൂഷയുടെ ഭാഗമായി പങ്കുചേരുന്നതിനും നേതൃത്വം കൊടുക്കുന്നതിനും ഒരുക്കങ്ങൾക്ക് ഭാഗമാകുന്നതിനും സാധിച്ചത് വലിയൊരു അനുഭവവും ദൈവകൃപയുമാണ്. കഴിഞ്ഞ വർഷം ആദ്യമായി ഈ ശുശ്രൂഷയുടെ ഭാഗമായി ചുമതലയേറ്റു. ഇത് എൻ്റെ രണ്ടാമത്തെ വർഷമാണ്. ഏറ്റവും ആദ്യം മാരാമൺ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾക്കായി ഒരുക്കം തുടങ്ങുന്നത് ഗാനശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. മാരാമൺ സോങ് സെലക്ഷൻ കമ്മിറ്റിയാണ് ഏറ്റവും ആദ്യം ഒരുക്കം ആരംഭിക്കുന്നത്. പാട്ടുകൾ ക്ഷണിക്കുകയും പാട്ടുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി പല ആവർത്തി കൂടുകയും പാട്ടുകൾ ഫൈനലൈസ് ചെയ്ത് 16 പാട്ടുകൾ അവസാന റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഗാനശുശ്രൂഷയുടെ ഭാഗമാക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ളതാണ് ഗായക സംഘ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്. കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ഗായക സംഘാംഗങ്ങളെ ഓഡിഷനിൽ കൂടി തിരഞ്ഞെടുത്ത് ഈ ഗാനശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചിട്ടയനുസരിച്ചും ക്രമീകരണങ്ങളനുസരിച്ചും വർഷങ്ങളായി DSMCയും മെത്രാപ്പൊലീത്ത തിരുമേനി നിയോഗിക്കുന്ന സോങ് സെലക്ഷൻ കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്നാണ് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ കൃപയുടെ അനുഭവമാണ്. മാരാമൺ മണൽപ്പുറത്ത് ഈ ശുശ്രൂഷയിൽ ദൈവജനത്തെ നയിക്കുന്നതിന് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ മാരാമൺ മണൽപ്പുറത്ത് പന്തലിനുള്ളിൽ ഉയരുന്നത് സ്വർഗീയ അനുഭൂതി സൃഷ്ടിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ്. അത്തരത്തിൽ ഇതിന് പങ്കാളിത്തം വഹിക്കുവാനും നേതൃത്വം നൽകുവാനും ദൈവം അവസരം നൽകിയതോർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു, ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു. വചനകേൾവി മാത്രമല്ല, ഏറ്റവും മനോഹരമായ ശ്രദ്ധേയങ്ങളായ ഗാനങ്ങളാണ് ഒട്ടേറെ ആളുകളെ ഈ കൺവെൻഷൻ മണൽപ്പുറത്തേക്ക് ആകർഷിക്കുന്നത്. എല്ലാ വർഷവും 16 പുതിയ പാട്ടുകൾ മാരാമൺ കൺവെൻഷൻ ഗാനങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഈ വർഷത്തെ പുതിയ ഗാനങ്ങളെപ്പറ്റി ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ പറയും. എല്ലാ വർഷവും 16 പുതിയ ഗാനങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. മാരാമൺ കൺവെൻഷൻ്റെ പുതിയ പാട്ടുകളായി നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന പാട്ടുകൾ കേരള ക്രൈസ്തവ ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഗാനങ്ങളായി മാറാറുണ്ട്. ഒരുപാട് പാട്ടുകൾ മറ്റ് സഹോദരി സഭകളും ഏറ്റെടുത്ത് പാടുന്നതിനും അവരുടെ ശുശ്രൂഷയുടെ ഭാഗമാക്കുന്നതിനുമൊക്കെ ശ്രമിക്കാറുണ്ട്. മാരാമൺ മണൽപ്പുറത്ത് ഈ പുതിയ ഗാനങ്ങൾ പാടുന്നത് ദൈവജനത്തിന് അനുഗ്രഹമാണ്. പുതിയ പാട്ടുകൾ പഠിക്കുന്നതിനൊക്കെയുള്ള നല്ല അവസരമാണ്. അനേകം ആളുകൾ നൽകുന്ന 600-ൽ പരം പാട്ടുകൾ തിരഞ്ഞെടുത്ത് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും അവസാനം 16 പാട്ടുകളിലേക്ക് എത്തുകയാണ്. 12 അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. കൃത്യമായ മാനദണ്ഡങ്ങളും സൂക്ഷ്മമായ വിചിന്തനങ്ങളും പാലിച്ച് ഗാനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമായി സുപ്രസിദ്ധരായ എഴുത്തുകാരും ഗാനരചന, സംഗീതം എന്നിവ നിർവഹിക്കുന്നവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായി ഈ ഗാന ശുശ്രൂഷയുടെ ഭാഗമായി ചേരാറുണ്ട്.
പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ 16 പുതിയ പാട്ടുകളും പല ആളുകൾ ചിട്ടപ്പെടുത്തുകയും എഴുതുകയും ചെയ്തതാണ്. അവരുടെ ദൈവകൃപയോടുകൂടിയുള്ള ഇടപെടലാണ് നല്ല ഗാനങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി തീർന്നത്. ആ ഗാനങ്ങൾ മാരാമൺ മണൽപ്പുറത്ത് പാടുന്നതിനും ഈ ശുശ്രൂഷയിൽ ഭാഗമായി ഉപയോഗിക്കുന്നതിനും ദൈവം കൃപ ചെയ്യുന്നു. ഈ 16 പുതിയ ഗാനങ്ങൾ DSMC ആണ് പ്രസിദ്ധീകരിക്കുന്നത്. സുവിശേഷ പ്രസംഗ സംഘത്തിന് വേണ്ടി മണൽപ്പുറത്ത് അതിൻ്റെ CD-യും പെൻഡ്രൈവും വിതരണം ചെയ്യുന്നത് മാർത്തോമ യുവജന സഖ്യവുമാണ്. ഒരു അടുക്കും ചിട്ടയും നമ്മൾ പഠിക്കണമെങ്കിൽ മാരാമൺ കൺവെൻഷനിലെ 101 അംഗ ഗായക സംഘത്തെ കണ്ട് പഠിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശുഭ്രവസ്ത്രധാരികൾ 101 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഗായക സംഘം ഒരു ആക്ഷേപവും ആർക്കും പറയാത്ത വിധത്തിൽ ക്രമമായി ചിട്ടയോടുകൂടി അവർ പാട്ടുകൾ പാടി, മനോഹരമായ പാട്ടുകൾ പാടി പോകുന്നു. ഇതെങ്ങനെ സാധിക്കും? വർഷങ്ങളായി സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിങ്ങും അതോടൊപ്പം സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയോട് ചേർന്നുമാണ് ഈ ഗാന ശുശ്രൂഷയ്ക്ക് ഗായക സംഘം ഒരുക്കപ്പെടുന്നത്. DSMC ആണ് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പാരമ്പര്യ സവിശേഷതയാണ് മാരാമൺ മണൽപ്പുറത്തെ അച്ചടക്കം. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യത്തിലാണ് കൺവെൻഷൻ ഗാന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗായക സംഘാംഗങ്ങളും വർദ്ധിച്ചു പോരുന്നത്. കൃത്യസമയത്ത് എത്തിച്ചേരുക, കൃത്യമായി ഗാനങ്ങൾ പഠിക്കുക, അത് ദൈവകൃപയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം അവതരിപ്പിക്കുക. മണൽപ്പുറത്തും ഗാന ശുശ്രൂഷയിലും പന്തലിനുള്ളിലും ശരീരഭാഷ പോലും അത്തരത്തിൽ കൃത്യമായി ദൈവകൃപയോടുകൂടി പ്രകടിപ്പിക്കുവാൻ ഗാന ശുശ്രൂഷയുടെ ഭാഗമായി ഇവർക്ക് സാധിക്കാറുണ്ട്. അവർക്ക് ലഭിക്കുന്ന നല്ല ശിക്ഷണവും അവർക്ക് ലഭിക്കുന്ന നല്ല പൈതൃകവും അതിന് കാരണമായി തീരുന്നുണ്ട്. വർഷങ്ങളായി ഈ പതിവ് തുടർന്നു പോരുകയാണ്. അത് സംഭവിക്കുന്നതാണ്. അത് പ്രത്യേകമായി പഠിപ്പിക്കേണ്ട കാര്യമല്ല. അത് പുതിയതായി വരുന്ന ഓരോ ആളുകൾ പോലും അത് ഏറ്റെടുത്ത് ഏറ്റവും അനുഗ്രഹകരമായി ഈ ശുശ്രൂഷയിൽ കൃത്യമായി പങ്കെടുക്കുകയും കൃത്യമായി അച്ചടക്കം പാലിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അത് വലിയൊരു അഭിമാനകരമായ കാര്യവുമാണ്. ഈ വർഷത്തെ കൺവെൻഷൻ്റെ ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു അനുഭവം അച്ഛന് ഫീൽ ചെയ്തിട്ടുണ്ട്? ഈ വർഷത്തെ ഗാന ശുശ്രൂഷയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗായക സംഘാംഗങ്ങളിൽ പലരും കേരളത്തിന് പുറത്തു നിന്നുമുള്ളവരുണ്ട്. പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ നിന്നുണ്ട്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടി എല്ലാ ആഴ്ചയും ലീവ് എടുത്ത് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നു. പ്രത്യേകിച്ച് ഗായക സംഘത്തിൻ്റെ പരിശീലനത്തിൽ കൃത്യമായി എത്തിച്ചേരുന്നു. ഈ ആഴ്ചയിലൊക്കെ ലീവ് എടുത്ത് ഇതിൻ്റെ ഭാഗമാകുന്നു. കൂടാതെ ഷിക്കാഗോ മാർത്തോമ ഇടവകയിൽ നിന്നും ഒരു സഹോദരൻ ലീബോയ് ഈ ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓഡീഷനിൽ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. ഓഡീഷനിൽ പങ്കെടുത്തു, സെലക്ഷൻ ലഭിച്ചു, മടങ്ങിപ്പോയി. കൃത്യമായി പ്രാക്ടീസിൽ ആ സമയത്ത് ലീവ് എടുത്ത് നാട്ടിലുണ്ടായിരുന്നു. ഈ യോഗത്തിന് പങ്കുചേരുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിലും ലീവ് എടുത്ത് നമ്മളോടൊപ്പം പങ്കുചേർന്നു. കൃത്യമായി എല്ലാ സെഷൻസിലും പങ്കെടുക്കുന്ന ഒരു രീതി കാണുവാനായി സാധിച്ചു. അത് ഒത്തിരി സന്തോഷമാണ്. കാരണം ദൂരവും അകലവും സമയത്തിൻ്റെ പരിമിതിയും ഒന്നും ഒരു പ്രശ്നമല്ല. സമർപ്പണത്തോടുകൂടി ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതുമായി മുന്നോട്ട് പോകാൻ ഉദ്യമിച്ചാൽ ദൈവം അവസരം നൽകുമെന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണത്. അതുകൊണ്ട് ഒരുപാട് ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരുടെയൊക്കെ സമർപ്പണത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻ കെ ജേക്കബ് അച്ഛൻ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ടു. ഈ വർഷത്തെ കൺവെൻഷൻ്റെ ഗായക സംഘവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ചു. മനോഹരമായ ഗാനങ്ങളുമായിട്ട്, ഗാന ശുശ്രൂഷകളുമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.